ഈ കെ.എസ്.ആർ.ടി.സി ഓൾറെഡി ലോസിലാണല്ലോ. അപ്പോൾ ഈ സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് ട്രാൻസ്പോർട്ടേഷൻ കൊടുത്താൽ അതെങ്ങനെ റെഡിയാവുക? പറഞ്ഞുതരാം. നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവും, ഇഫ് സംതിങ് ഈസ് ഫ്രീ ദെൻ യു ആർ ദ പ്രൊഡക്റ്റ് എന്ന്. നമ്മുടെ കെ.എസ്.ആർ.ടി.സിക്ക് ജസ്റ്റ് ഒരു ടിക്കറ്റ് സെല്ല് ചെയ്തിട്ട് മാത്രം അല്ല ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ തന്നെ ഒരുപാട് വഴികളുണ്ട്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഫ്രീ ആയിട്ട് ട്രാൻസ്പോർട്ടേഷൻ ഓഫർ ചെയ്യുന്ന പലതരം ട്രെയിനുകളും ബസ്സുകളും ഒക്കെ ഇന്നും നിലവിലുണ്ട്. അതാണെങ്കിലോ കറന്റ് പ്രോഫിറ്റബിൾ ആണ്. ഇനി അതിനുള്ള വഴികൾ എന്തൊക്കെയാ നോക്കാം. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ അഡ്വർടൈസ്മെന്റ് ആണ്. അതിൽ യാതൊരു തരത്തിലുള്ള കോംപ്രമൈസും ഇല്ല. അഡ്വർടൈസ്മെന്റ് പറഞ്ഞാൽ പല തരത്തിലാവും. ഇനി മുതൽ ഇതുവരെ നമ്മൾ ബസ്സിന്റെ പുറത്തൊക്കെ തന്നെ എല്ലാ അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടുള്ളൂ. ഇനി മുതൽ ഓട്ടോമാറ്റിക്കലി ബസ്സിന്റെ ഒക്കെ ഉള്ളിലേക്ക് വന്നു തുടങ്ങും. കറന്റ് ഒരു 400 സ്ത്രീകൾ വരുന്ന ബസ് സ്റ്റാൻഡ് ആണ് എന്നുണ്ടെങ്കിൽ അത് ഇനി മുതൽ ഡബിളോ ത്രിബിളോ ഒക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതും ഒരു ദിവസമല്ല, എല്ലാ ദിവസവും അത് എക്സ്പെക്ട് ചെയ്യാം. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ പ്രൊഡക്ട്സ് വിൽക്കുന്ന കമ്പനികൾക്ക് അതൊരു പ്രധാനപ്പെട്ട സ്പോട്ടായി മാറും. പിന്നെ നമ്മൾ കെ.എസ്.ആർ.ടി.സിയുടെ ലാൻഡിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കോസ്റ്റ്ലി ആയ സ്ഥലങ്ങളിലാണ് നമ്മൾ പല കെ.എസ്.ആർ.ടി.സി ബസ് സ്റ്റാൻഡുകളും അവരുടെ ബിൽഡിങ്ങുകളും ഇരിക്കുന്നത്. വാക്കന്റ് ആയ ഒരുപാട് റൂമുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കമ്പോളം വന്ന് തുടങ്ങിയാൽ അത്യാവശ്യം നല്ല റെന്റിന് തന്നെ റെന്റ് ഔട്ട് ചെയ്യാൻ പറ്റും. ബ്യൂട്ടി റിലേറ്റഡ് ഷോപ്പുകൾ, പ്രൊഡക്ട്സുകൾ, സലൂൺസുകൾ, അതുപോലുള്ള സ്ഥാപനങ്ങൾ കെ.എസ്.ആർ.ടി.സി ബസ് സ്റ്റാൻഡുകളിലും ബസ്സുകളിലൊക്കെ ഏകദേശം 10-15 മിനിറ്റ് ഫ്രീ ആയിട്ട് വൈഫൈ ഓഫർ ചെയ്യും. അതിനുശേഷം മോണിറ്റൈസ് ചെയ്യാൻ പറ്റും. അതൊരു ഇൻകം ജനറേഷൻ വഴിയാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഇന്ത്യൻ റെയിൽവേയുടെ മേജർ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ജനറൽ കമ്പാർട്ട്മെന്റ് അല്ല, അത് AC ആണ്. 1 ടയർ 2 ടയർ 3 ടയർ AC ഒക്കെയാണ്. അതുപോലെ തന്നെ നല്ല ഡിമാൻഡ് വന്നു കഴിഞ്ഞാൽ കെ.എസ്.ആർ.ടി.സിക്ക് ഓട്ടോമാറ്റിക്കലി പ്രീമിയം ലെവൽ ബസ്സുകൾ ഇറക്കാൻ പറ്റും. അത്യാവശ്യം ഹൈ ലെവൽ ചാർജിൽ ടിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ട് പെയ്ഡ് ആയിട്ട് വേറെ സർവീസും തുടങ്ങാൻ പറ്റും. സത്യം പറഞ്ഞാൽ ആ ഒരു സർവീസ് കൊണ്ട് തന്നെ ഈ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ടിക്കറ്റുകളുടെ എക്സ്പെൻസ് മൊത്തം നികത്താനും പറ്റും. പിന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പുതിയൊരു ട്രെൻഡിങ് ആയിട്ട് വരുന്ന സംഭവമുണ്ട്. അതായത് സ്ക്രീൻ, നമ്മുടെ സീറ്റിന്റെ മുന്നിൽ സ്ക്രീൻ വെച്ച് കൊടുക്കാം. ആ സ്ക്രീൻ ആണെങ്കിൽ ഫ്രീ ആയിട്ട് വെച്ച് കൊടുക്കും. അതിൻ്റെ ഉള്ളിൽ പരസ്യങ്ങൾ ആ ഒരു ഏരിയയിലുള്ള ലോക്കൽ ഷോപ്പുകളൊക്കെ പരസ്യങ്ങൾ കൊടുക്കാൻ പറ്റും. ആ ഒരു വഴിയും കെ.എസ്.ആർ.ടി.സിക്ക് തീർച്ചയായിട്ടും ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഈ ഒരു ഫ്രീ സർവീസ് തുടങ്ങുന്നത് കൂടിയിട്ട് വർക്കിംഗ് വുമൻസിന്റെ നമ്പേഴ്സ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അത് ഓട്ടോമാറ്റിക്കലി നമ്മളൊരു എക്കണോമിക് ഗ്രോത്തിനെ കാര്യമായിട്ട് ബാധിക്കും. എക്സാമ്പിൾ ആയിട്ട് ഒരു 15,000 രൂപയുള്ള ഒരാളാണെന്ന് വിചാരിക്കാം. ഏകദേശം 3,000 രൂപ അവർ ട്രാവലിൽ സേവ് ചെയ്തെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് സ്പെൻഡ് ചെയ്യും. അത് സ്പെൻഡ് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം ഒരു 200-300 രൂപ അതിന് ടാക്സ് ആയിട്ട് ഗവൺമെന്റ് തിരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് ടിക്കറ്റ് എന്നുള്ളത് ജസ്റ്റ് ഒരു റണ്ണിങ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള കാര്യമായിട്ട് മാത്രമേ കണക്കാക്കാൻ പറ്റുള്ളൂ. മെയിൻ സോഴ്സ് ഓഫ് ഇൻകം വരുന്നത് ബാക്കിയുള്ള കാര്യങ്ങളാണ്, എസ്പെഷ്യലി അഡ്വർടൈസ്മെന്റ്. ഇനി നമുക്ക് കാണാം ജൂൺ 15 മുതൽ നമ്മുടെ കെ.എസ്.ആർ.ടി.സിയിൽ വരുന്ന ഡിഫറൻസുകൾ. കാര്യങ്ങളെല്ലാം വളരെ ക്ലിയർ ആയിട്ടാണ് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇത്രയും കാലം പോയ ലോസ് പോലെ ആവില്ല ഇനി അങ്ങോട്ട് കെ.എസ്.ആർ.ടി.സിയുടെ ഭാവി. പ്രൊവൈഡഡ് അതിന്റെ നടത്തിപ്പും കൂടെ വളരെ സ്മൂത്ത് ആയിരിക്കണം. ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി എന്നെ ഫോളോ ചെയ്യൂ. താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇറ്റ്സ് മീ ഫൈസ് മുഹമ്മദ്.